أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فآتاهم الله من حيث لم يحتسبوا فقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശ്ർ അതിൻ്റെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹകീം. സബ്ബഹ ലില്ലാഹി, അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തു. മാഫിസ് സമാവാത്തി, ആകാശത്തിൽ ഉള്ളതെല്ലാം, വമാഫിൽ അർളി, ഭൂമിയിൽ ഉള്ളതെല്ലാം, വഹുവ, അവൻ, അൽ അസീസ്, പ്രതാപശാലിയാണ്, അൽ ഹക്കീം, സ്തുത്യർഹനുമാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്നു. അവൻ പ്രതാപശാലിയാണ്, അവൻ യുക്തിമാനാണ്. ഹുവല്ലദീ അഖ്റജ, അവൻ പുറത്തിറക്കിയവനാണ്. അല്ലദീന കഫറു, സത്യനിഷേധികളെ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽപ്പെട്ട, വേദം നൽകപ്പെട്ടവരിൽപ്പെട്ട സത്യനിഷേധികളെ പുറത്തിറക്കിയവനാണ് അവരുടെ വീടുകളിൽ നിന്നും അവൻ. ലി അവലിൽ ഹശ്ർ, ഒന്നാമത്തെ തുരത്തലിൽ തന്നെ, ഒന്നാമത്തെ ആട്ടി ഇറക്കലിൽ തന്നെ. മാ ദനൻതും അൻ യഖ്റുജു, അവർ പുറത്തിറങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ല. മാ ദനൻതും, നിങ്ങൾ വിചാരിച്ചിരുന്നില്ല, അൻ യഖ്റുജു, അവർ പുറത്തിറങ്ങും എന്ന്. വദന്നു, അവർ കരുതിയത്, അന്നഹും മാനിഅഹും ഹസൂനുഹും മിനല്ലാഹി, അവരുടെ കോട്ടകൾ അള്ളാഹുവിൽ നിന്ന് അവരെ പ്രതിരോധിക്കും എന്നാണ്. അവരുടെ ഹസൂൻ, അവരുടെ കോട്ടകൾ അവരെ അള്ളാഹുവിൽ നിന്ന് സംരക്ഷിക്കും എന്നാണ് അവർ കരുതിയിരുന്നത്. ഫആതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, എന്നാൽ അവരൊരിക്കലും വിചാരിക്കാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുക്കൽ ചെല്ലുകയുണ്ടായി. അവർ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവരുടെ അടുക്കലെത്തി. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഭയം
നിക്ഷേപിക്കുകയും ചെയ്തു. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേടി നിക്ഷേപിക്കുകയും ചെയ്തു. യുഖ്രിബൂന ബുയൂതഹും ബി ഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അവരുടെ വീടുകൾ അവർ നശിപ്പിച്ചു. അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവരുടെ വീടുകൾ അവർ നശിപ്പിച്ചു. വൈദിൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും അവരുടെ വീടുകൾ അല്ലാഹു നശിപ്പിച്ചു. ഫഅതരിബു യാ ഉലിൽ അബ്സാർ, കണ്ണുള്ളവരെ നിങ്ങൾ ഈ ഗുണപാഠം നിങ്ങൾ ഉൾക്കൊള്ളുക. അതുകൊണ്ട് കണ്ണുള്ള ആളുകളെ നിങ്ങൾ ഈ ഗുണപാഠം മനസ്സിൽ ആക്കുക. വലൗല അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഈ നാട് വിട്ടുപോക്ക് ജലാ വിധിച്ചിരുന്നില്ല എങ്കിൽ, നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിനാണ് ജലാ എന്ന് പറയാം. അത് അള്ളാഹു വിധിച്ചിരുന്നില്ല എങ്കിൽ ലഅദബഹും ഫിദ്ദുനിയ, ഈ ലോകത്ത് നിന്ന് തന്നെ അവരെ നശിപ്പിക്കുമായിരുന്നു. ലഅദബഹും, അവരെ ശിക്ഷിക്കുമായിരുന്നു. ഫിദ്ദുനിയ, ഈ ലോകത്ത് നിന്ന് തന്നെ. വലഹും, അവർക്കുണ്ട്. ഫിൽ ആഖിറത്തി, പരലോകത്ത്. അദാബുന്നാർ, നരകശിക്ഷ. പരലോകത്ത് അവർക്ക് നരകശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതുമാണ്. ഈ ഹശ്ർ എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ അവരെ ഒന്നായിട്ട് പുറത്തേക്കാക്കുന്ന രീതിയാണ്. ഈ സൂറത്ത് ബനൂ നളീർ ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. മദീനയിൽ 3 പ്രബലരായ ജൂതഗോത്രങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ബനൂ ഖുറൈള, ബനൂ നളീർ, ബനൂ ഖൈനുഖ. ഇതിൽ ബനൂ ഖുറൈളക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പ്രത്യക്ഷത്തിൽ യുദ്ധത്തിന് വന്നതുകൊണ്ട് അവരിലെ യുദ്ധം ചെയ്യാൻ പ്രായമായ എല്ലാ ആണുങ്ങളെയും കൊന്നുകളയുകയും അവരെ നാട്ടിൽ നിന്ന് മറ്റുള്ളവർ പോകാൻ നിർബന്ധിതമാക്കുകയും ചെയ്തു. ബനൂ നളീർ ഗോത്രവും ഇതേ രൂപത്തിൽ തന്നെ ഈ യുദ്ധത്തിൽ പ്രത്യക്ഷമായി ഏർപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ബനൂ നളീറും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ഉടൻ തന്നെ അവരുമായിട്ടുള്ള കരാറുണ്ടാക്കിയിരുന്നു. ഒരു നിലക്കും ശത്രുവിൻ്റെ ഒറ്റുകൊടുക്കുന്ന പരിപാടിയിൽ ഉണ്ടാവില്ല എന്നും മുസ്ലിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ശത്രുവിനെ പ്രതിരോധിക്കുമെന്നുമായിരുന്നു അവരന്ന് പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ ഉണ്ടായത് ബദർ യുദ്ധത്തിൽ അവർ വിശ്വാസികൾ വിജയിക്കുന്നത് കണ്ടപ്പോൾ അവരെ കൂടെ നിൽക്കുകയും, എന്നാൽ ഉഹദിൽ വിശ്വാസികൾക്ക് പരാജയം നേരിട്ടപ്പോൾ അവർ അവരുടെ കരാറിൽ നിന്ന് പിറകോട്ട് പോവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടെ അവ്വലുൽ ഹശ്ർ എന്ന് പറഞ്ഞത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടം കൂട്ടമായിട്ട് പുറപ്പെടേണ്ടി വരുന്നതിനാണ് ഹശ്ർ എന്ന് പറയാം. ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നാട് വിട്ടു പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. അവർ കുറച്ച് ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞു. അത്രയും ദിവസം കൊടുത്തു. ഒരൊട്ടകത്തിന് എടുക്കാൻ മാത്രമുള്ള വസ്തുവകകൾ കൊണ്ടുപോകാൻ അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ അവരെ അവിടെ നിന്ന്
പുറത്താക്കിയാണ് മദീനയിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിക്കാനുണ്ടായത്. ആ വിശദീകരണമാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. സബ്ബാഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന് വേണ്ടി പ്രകീർത്തനം ചെയ്യണം. അവൻ പ്രതാപശാലിയാണ്, അതുപോലെ തന്നെ യുക്തിമാനുമാണ്. എന്നിട്ട് പറയുന്നത് ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള കാഫിര്യങ്ങൾ, സത്യനിഷേധികൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കുകയായിരുന്നു മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്. അവർ നല്ല നിലക്ക് കിടന്നുറങ്ങിയിരുന്ന അവരുടെ വീട്, പക്ഷേ ധിക്കാരം പ്രവർത്തിച്ചതുകൊണ്ട്, സത്യവിശ്വാസികൾക്ക് നഷ്ടം വരുത്തിയതുകൊണ്ട് അവർക്കെതിരെ ഗൂഢാലോചന, അവരിൽപ്പെട്ട ആളുകൾ മക്കയിൽ പോയിട്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയില്ല. അവൽ ഹസ്ർ, ഒന്നാമത്തെ തുരത്തലിൽ തന്നെ ഒറ്റ പ്രാവശ്യം തന്നെ ഉന്തിയപ്പോൾ തന്നെ എല്ലാവരും പുറത്തായി എന്നാണ് അവർ വിചാരിച്ചതും. അതുപോലെ തന്നെ വിശ്വാസികൾ ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു സംഗതി നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ബനൂ നദീർ ഗോത്രം അവിടെ നിന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. അവരാകട്ടെ വലിയ കോട്ടകളിൽ അവിടെ നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കോട്ടകൾ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നതായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ ഭയമിട്ടു. അതേപോലെ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കി. ആ പുറത്താക്കുന്ന സമയത്ത് അവർ തന്നെ അവരുടെ വീടുകൾ തച്ചുടച്ച് കേടുവരുത്തി. വിശ്വാസികളാകട്ടെ അവർക്ക് കിട്ടിയ സംഗതി കൊണ്ട് അവരെ പുറത്താക്കി. ഇതൊക്കെ തന്നെ കണ്ണുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ മാത്രമുള്ള കാര്യങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, അവരുടെ ആ വിട്ടുപോക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ, ബനൂ നദീർ ഗോത്രം അവിടെ നിന്ന് വിട്ടു പോകുന്നില്ല, ആ നാട്ടിൽ നിന്ന് പുറത്ത് പോകുന്നില്ല എങ്കിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിൽ നിന്ന് തന്നെ വധിക്കുമായിരുന്നു എന്നാണ്. അതായത് ബനൂ ഖുറൈളക്ക് എന്ത് ശിക്ഷയാണോ കൊടുത്തത് അതേ ശിക്ഷ തന്നെ ഈ ബനൂ നദീറിനും കിട്ടുമായിരുന്നു. പക്ഷേ അവർ ആദ്യ റൗണ്ടിൽ തന്നെ, ആദ്യ സമയത്ത് തന്നെ നാട് വിട്ടു പോവുക എന്ന് പറയുന്നത് അത് വിധിച്ചത് കൊണ്ട് അവർക്ക് ആ ജീവൻ തിരിച്ചു കിട്ടി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പോയില്ലെങ്കിൽ അവർ ഇവിടെ തന്നെ വധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് നരകശിക്ഷ വേറെയും കിട്ടും. ഇങ്ങനെ ഈ ഗോത്രം, അതുപോലെ തന്നെ സത്യനിഷേധികളായ ഈ തരത്തിലുള്ള ആളുകളുടെ വിശ്വാസികൾക്കെതിരെയുള്ള ഈ ആക്രോശങ്ങളും അതുപോലെ തന്നെ നടപടികളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളയിൽ തന്നെ നുള്ളിയതായി കാണാൻ സാധിക്കും. വിശ്വാസികൾ ബദറിൽ ജയിച്ചപ്പോൾ അവരെ കൂടെ നിൽക്കുക, ഉഹദിൽ അവർക്ക് പരാജയം നേരിട്ടപ്പോൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അവർ ചെയ്തിരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം ചെയ്തികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും വിശ്വാസന്മാരിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.